ഇടുക്കിയിലെ പെരിയാർ കടുവാ സങ്കേതത്തിൽ കൊടും കാടിന് നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അമ്പലമുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചേരൻ ചെങ്കോട്ടവൻ നിർമ്മിച്ച മംഗളാദേവി ക്ഷേത്രമാണത്. ചിലപ്പതികാര കഥയിൽ മധുര കത്തിച്ച് ചാമ്പലാക്കിയ കണ്ണകിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. വർഷത്തിലൊരിക്കൽ മാത്രം ഈ ക്ഷേത്രം തുറന്ന് ഇവിടെ നടത്തുന്ന ചിത്ര പൗർണമി ഉത്സവം ഇന്നലെയായിരുന്നു. എനിക്ക് പിന്നിൽ കാണുന്നതാണ് 1000 വർഷങ്ങൾക്ക് മുമ്പ് ചേരൻ ചെങ്കോട്ടുവൻ നിർമ്മിച്ച ചരിത്ര പ്രസിദ്ധമായ മംഗളാദേവി ക്ഷേത്രം. മേടമാസത്തിലെ ചിത്രാ പൗർണമി നാളിലാണ് ഇവിടെ ഇപ്പോൾ വർഷത്തിലൊരിക്കൽ പൂജാകർമ്മങ്ങൾ നടക്കുന്നത്. അത് ഉത്സവമായി കേരളവും തമിഴ്നാടും ആഘോഷിക്കുകയും ചെയ്യുന്നു. ഉടമസ്ഥ തർക്കം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ കേരളവും തമിഴ്നാടും സംയുക്തമായാണ് ഇവിടെ പൂജകൾ നടത്തുന്നത്. மலராய் போற்றி எண்ணறு துயரம் ஏற்றனை போற்றி குளந்தரு கற்பின் கொழுந்தே போற்றி நலந்தரு நெறியே நயந்தாய் போற்றி. അഭിമാനവും സ്ത്രീത്വവും ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ തന്റെ കണ്ണീരാൽ ഒരു നഗരം മുഴുവൻ ചുട്ടുകരിച്ച പെണ്ണ്. അങ്ങനെയാണ് ചിലപ്പതികാര കഥയിലെ കണ്ണകിയെ വിശേഷിപ്പിക്കുന്നത്. കേരളീയ തമിഴ് ആചാരങ്ങൾ ഒന്നിച്ചു നടക്കുന്ന ഏക ക്ഷേത്രം. ഇവിടുത്തെ കണ്ണകി പ്രതിഷ്ഠയുള്ള കോവിലിൽ തമിഴ് പൂജയും മംഗളാദേവി പ്രതിഷ്ഠയുള്ള ശ്രീകോവിലിൽ മലയാള പൂജയുമാണ്. ഈ വർഷം ഒരുപാട് ജനങ്ങൾ, കഴിഞ്ഞ വർഷത്തിനേക്കാളും അതിലിരട്ടി ജനങ്ങൾ ഇവിടെ എത്തുന്നുണ്ട്. രാവിലെ തൊട്ട് നല്ല ജനത്തിരക്കാണെങ്കിൽ പോലും ഇവിടെ ഈ വർഷം ഒരുപാട് പോരായ്മകൾ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഭയങ്കര ജനത്തിരക്കാണ്. ഇവിടുത്തെ പോലീസിനെ കൊണ്ട് അത് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ജനത്തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. ക്ഷേത്രവും ഭൂമിയും പൂർണ്ണമായും കേരളത്തിലാണ്. തമിഴർ അവകാശവാദം ഉന്നയിച്ചതോടെയാണ് ഇത് തർക്കഭൂമിയായത്. കരിങ്കല്ലുകൊണ്ട് പുരാതന വാസ്തുശൈലിയിലാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം. ഇപ്പോൾ ഭൂരിഭാഗവും തകർന്ന നിലയിലാണ്. இந்த கோவில் வருடத்திற்கு ஒரு முறை மட்டும் பொதுமக்களுக்கு அனுமதி அளிக்கப்படுகிறது. வருடத்திற்கு ஒரு முறை இந்த கோவில் அனுமதி அளிக்கப்பட்டு பொதுமக்கள் வந்து இங்கே வழிபாடு செய்கிறார்கள். தமிழ் இனத்தினுடைய ஒரு வீர பெரும்பாட்டி கண்ணகி. பாண்டிய மன்னன் நெடுஞ்செழியன் தன்னுடைய கணவனுக்கு ஒரு தவறான தீர்ப்பை சொல்லினான் என்பதற்காக மதுரையை தீக்கிரையாக்கிவிட்டு அதே கோபத்தணலோடு அப்போது இந்த மலைக்கு பெயர் வேங்கை வனம் என்று பெயர். കുമളിയിൽ നിന്നും 13 കിലോമീറ്റർ ദൂരമുണ്ട് മംഗളാദേവിയിലേക്ക്. ആരോരും അറിയാതെ അജ്ഞാതമായി കിടന്ന ക്ഷേത്രത്തിലേക്ക് ഓരോ വർഷവും ആയിരങ്ങളാണ് അധികമായി എത്തുന്നത്. ആചാരപ്രകാരമുള്ള പൊങ്കാലയുമിട്ട് ഭക്തർ മടങ്ങും. குளந்தரு கற்பின் கொழுந்தே போற்றி நலந்தரு நெறியே நயந்தாய் போற்றி பொறை நிறை மனத்து பொற்பே போற்றி. സുമിത്തിനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി.